GCC ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നാളെ ബഹ്റൈനിലേക്ക്. ഒമാനിൽ അന്തരീക്ഷ താപനിലയിൽ വ്യതിയാനം, സൈക്കിൾ റെക്കോർഡ് തണുപ്പ് രേഖപ്പെടുത്തി. ജൂദ് യമാൽ നഗര വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ബഹ്റൈനിൽ നടക്കുന്ന 46ാമത് GCC ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബുധനാഴ്ച യാത്ര തിരിക്കും. സുൽത്താന്റെ സന്ദർശനം ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനും GCCയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനുമുള്ള ഒമാന്റെ പ്രതിബദ്ധതയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഉച്ചകോടിയിൽ GCCയുടെ സാമ്പത്തിക സുരക്ഷാ മേഖലകളിലെ സഹകരണവും ഏകീകരണവും വർദ്ധിപ്പിക്കുക, കൂടാതെ പ്രാദേശികവും അന്തർദേശീയവുമായി ബന്ധപ്പെട്ട പ്രധാന വികസനങ്ങളെ വിലയിരുത്തുക എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഗൾഫ് മേഖലയിൽ വളർച്ച, സമൃദ്ധി, സ്ഥിരത എന്നിവയ്ക്കായി പുതിയ വഴികൾ തേടുകയും ഏകീകരണ ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്ന സമയത്താണ് മനാമ ഉച്ചകോടി നടക്കുന്നത്. ഒന്നിച്ചു വളരുന്ന വികസന രീതി രൂപപ്പെടുത്തുക, പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ ഏകോപിത രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തൽ എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാകും. ഒമാനിൽ അന്തരീക്ഷ താപനിലയിൽ കാര്യമായ വ്യതിയാനം. കഴിഞ്ഞ ദിവസം സൈക്കിൾ റെക്കോർഡ് തണുപ്പാണ് രേഖപ്പെടുത്തിയത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി മെറ്റീരിയോളജിക്കൽ സ്റ്റേഷൻ തിങ്കളാഴ്ച പുറത്തുവിട്ട കണക്കുപ്രകാരം 4.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. 24 മണിക്കൂറിനിടയിലുള്ള കണക്കാണ് രേഖപ്പെടുത്തിയത്. ഒമാനിലെ മലനിരകളിൽ ശൈത്യം ഏറി വരുന്നതായാണ് റിപ്പോർട്ട്. സുൽത്താനേറ്റിലെ മറ്റു സ്ഥലങ്ങളായ ഫഹൂദിലും അൽ മസൂനയിലും 11.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ തണുപ്പിന് കാഠിന്യമേറും എന്നാണ് സൂചന. 1.7 ബില്യൺ റിയാൽ നിക്ഷേപത്തിൽ TMG ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ജൂദ് യമാൽ നഗര വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം സാംസ്കാരിക കായിക യുവജന കാര്യമന്ത്രി സയ്യിദ് തൈസിൻ ബിൻ ഹൈതം അൽ സയ്യിദ് നിർവഹിച്ചു. സുൽത്താൻ ഹൈതം സിറ്റിയിലും തീരപ്രദേശമായ അൽ മനൂമയിലുമാണ് ശിലാസ്ഥാപന ചടങ്ങുകൾ നടന്നത്. ചടങ്ങിൽ രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, ഉന്നതോദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യാന്തര നിലവാരമുള്ള നഗരം രൂപപ്പെടുത്താനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് ഈ 2 മെഗാ പ്രൊജക്ടുകളും നിർമ്മിക്കുന്നത്. ഒമാൻ വിഷൻ 2040ന്റെ പ്രധാന ലക്ഷ്യങ്ങളായ സാമ്പത്തിക വൈവിധ്യവൽക്കരണം, സ്വകാര്യ മേഖലാ ശാക്തീകരണം, നിക്ഷേപ പ്രോത്സാഹനം, ദേശീയ സാമ്പത്തിക മൂല്യം വർധന എന്നിവയുമായി യോജിക്കുന്നവയാണ് ഈ പദ്ധതികൾ. 2.7 ദശലക്ഷം ചതുരശ്ര മീറ്ററിൽ ഉയരുന്ന പദ്ധതിയാണ് ജൂദ്. 2.2 ദശലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന തീരനഗര പദ്ധതിയാണ് യമാൻ. മസ്കറ്റ് ഗവർണറേറ്റിലെ ഗതാഗത സുരക്ഷയും റോഡ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി 12 പാലങ്ങളുടെ നവീകരണ പദ്ധതി ആരംഭിച്ചു. ഉന്നത നിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് വിവിധ സ്ഥലങ്ങളിലുള്ള 12 പാലങ്ങൾ ഉൾക്കൊള്ളുന്ന നവീകരണ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 6 പാലങ്ങളുടെ നവീകരണം പുരോഗമിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ മറ്റ് 6 പാലങ്ങളുടെ നവീകരണവും നടക്കും. കേടുപാടുകൾ ഉണ്ടായ കോൺക്രീറ്റ് ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണിയാണ് പ്രവൃത്തിയിൽ പ്രധാനം. പാലങ്ങളുടെ എക്സ്പാൻഷൻ ജോയിന്റുകൾ മാറ്റിസ്ഥാപിക്കലും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. പാലങ്ങളുടെ സുരക്ഷ, പാലത്തിന്റെ ഘടനയിലെ കാര്യക്ഷമത, സേവന കാലാവധി എന്നിവ മെച്ചപ്പെടുത്തുകയാണ് നവീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.